കാവൽ മലാഖ അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽ എന്നുള്ളത് ക്രിസ്ത്യൻസിന് ഇടയ്ക്കുള്ള ഒരു വിശ്വാസമാണ്. കുഞ്ഞുനാളുകളിൽ വീടുകളിലും പള്ളികളിലും കാറ്റീസം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. മാലാഖ നിങ്ങളെ സംരക്ഷിക്കും, മാലാഖ നിങ്ങളുടെ കൂടെ വരും. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഒരു കാവൽ മാലാഖയെ കുറിച്ചിട്ടാണ്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കാവൽ മാലാഖ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വല കാക്കുന്ന കാവൽ മാലാഖ സെനി ലാമൻസിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. പിന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് നമ്മുടെ സംരക്ഷകനായിട്ടുള്ള സെനി ലാമൻസിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും കൂടെ ഈ വീഡിയോയ്ക്ക് തരണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. കുറച്ച് സീസൺ മുമ്പ് വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വല കാത്തുകൊണ്ടിരുന്നത് ഡേവിഡ് ഡിഗിയ, പ്രീമിയർ ലീഗിലെ തന്നെ നമ്പർ 1 ഗോൾ കീപ്പർ. ഡേവിഡ് ഡിഗിയയുടെ സെക്കൻഡ് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ 2ാം നമ്പർ ഗോൾ കീപ്പർ, അതായത് സെർജിയോ റൊമേറോ ആണെങ്കിൽ പ്രീമിയർ ലീഗിലെ നമ്പർ 2 ബെസ്റ്റ് ഗോൾ കീപ്പർ എന്ന നിലയിലായിരുന്നു. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ നമ്പർ 1 നമ്പർ 2 എന്നുള്ള ലെവലിൽ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ വലകാക്കാൻ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആന്ദ്രെ ഒനാനയുടെ സെക്കൻഡ് ആയിട്ട് അൽത്തെ ബൈന്ദർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഫ്രം ദ ബെസ്റ്റ് നമ്പർ 1 ആൻഡ് നമ്പർ 2 നിന്നും ആ പ്രീമിയർ ലീഗിലെ വേഴ്സ്റ്റ് നമ്പർ 1 നമ്പർ 2 എന്ന ലെവലിലേക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂപ്പുകുത്തിയത്. ഒരു സീസണിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് കളിച്ചുകൊണ്ടിരുന്ന സീസണിൽ ഒറ്റയ്ക്ക് ഒരു വ്യക്തിയുടെ കഴിവുകേട് കൊണ്ട് ഒറ്റയ്ക്ക് നമ്മളെ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് പുറത്താക്കാനായിട്ട് സഹായിച്ചെന്ന് പറഞ്ഞാൽ ആന്ദ്രെ ഒനാനയുടെ കഴിവുകേട് തന്നെയായിരുന്നു. ആ ഒരു ലെവലിൽ നിന്നിട്ടാണ് പിന്നീട് നമ്മൾ കഴിഞ്ഞ 2 സീസണുകളിലും വളരെ അധികം മോശം പ്രകടനം നമ്മൾ ഗോൾ പോസ്റ്റിന് മുമ്പിൽ കണ്ടത്. ഒനാനയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ തുടരെ മിസ്റ്റേക്സ് ലീഡിങ് ടു ഗോൾസ്, അങ്ങനത്തെ ഒരു ലെവലിലാണ് നമ്മൾ കളി കണ്ടുകൊണ്ടിരുന്നത്. എപ്പോഴും ഈ കളി കാണുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള സമയമാണ്. പ്രത്യേകിച്ച് എതിർ ടീം ബോളും കൊണ്ട് നമ്മുടെ ഡിഫൻസിലേക്ക് വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനാണ്. കാരണം അവിടെ എപ്പോഴും ഒരു മിസ്റ്റേക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. മിസ്റ്റേക്ക് വരുത്തുന്നത് ആരോ? നമ്മുടെ ഗോൾ കീപ്പറും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ കളി കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ടീം മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തു, ഓക്കെ, ഒനാനയുടെ സർവീസും മതി, നമുക്കൊരു പുതിയൊരു ഗോൾ കീപ്പറിനെ കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്ത അങ്ങനെയാണ് വരുന്നത്. ആ ഒരു ചിന്തയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ സമ്മർ വിൻഡോ ലാസ്റ്റ് ഡേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ബെൽജിയം ഗോൾ കീപ്പറിനെ സൈൻ ചെയ്യുന്നു. റോയൽ ആന്റ്വെർപ്പ് എന്നുള്ള ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന സെനി ലാമൻസിനെ ഫൈനൽ ഡേ ഓഫ് ദ ട്രാൻസ്ഫർ വിൻഡോയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഫൈനൽ ഡേയിൽ തന്നെ 2 പേരുകളാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞ് കേൾക്കപ്പെട്ടത്. ഫസ്റ്റ് നെയിം എമിലിയാനോ മാർട്ടിനസ്, അർജന്റീനയുടെ വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ഗോൾ കീപ്പർ, വെരി എക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ. അത് നമ്പർ 1. പിന്നെ നമ്പർ 2 എന്നുള്ള ലെവലിൽ വന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ആരും അധികം പേര് കേൾക്കാത്ത സെനി ലാമൻസിന്റെ പേരാണ് അന്ന് വന്നത്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് വന്നപ്പം നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനൊക്കെ ഭയങ്കര എന്താ പറയുക, ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആരാണ് നമുക്ക് വേണ്ടത്? പ്രത്യേകിച്ച് ഇതാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ. അതും റൂബൻ അമറും ചോദിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ട ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ്. മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ബെൽജിയം ഗോൾ കീപ്പർ, വളരെ എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള, ഒരു ടീമിൽ മാത്രം കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു 23-കാരൻ ഗോൾ കീപ്പർ. പ്രത്യേകിച്ച് ഈ ഗോൾ കീപ്പർ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ 23 എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ ബേബിയാണ്. ഓക്കെ, ഈ ഗോൾ കീപ്പറിലെ ബേബീസ് ആണ് 23-ലൊക്കെ വരുന്നത്. 30 ഏജിലൊക്കെയാണ് ഈ ടോപ്പ് ലെവലിലേക്ക് ഗോൾ കീപ്പർ അവർ പ്രൈമിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 23 എന്ന് പറഞ്ഞാൽ വളരെ യങ് ആണ്. അപ്പം ഫാൻസിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ ഇതണക്കൊരു ഗോൾ കീപ്പർ നമ്മുടെ നമ്പർ 1 ആകാനായിട്ടുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് അൽത്തെ ബൈന്ദറിൽ ടീമിൽ നിൽക്കുവാണ്. അപ്പം നമ്മൾ ഒരാളെ കൊണ്ടുവരുമ്പം ഹി ഷുഡ് ബി റീപ്ലേസിങ് ബൈന്ദർ അല്ലേ, അല്ലാതെ ബൈന്ദർ വെച്ചിട്ട് ബൈന്ദറിന്റെ സെക്കൻഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ വി ഷുഡ് നോട്ട് ഗെറ്റ് എനി ഗോൾ കീപ്പർ. അങ്ങനത്തെ ഒരു ലെവലിലാണ് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാന്യു മാനേജ്മെന്റ് പോയിട്ട് ലാമൻസിനെ കൊണ്ടുവരുന്നത്. ലാമൻസിനെ ടീമിൽ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ 18 മില്യൺ പൗണ്ട്സിനാണ്. വളരെ ചെറിയൊരു എമൗണ്ടിനാണ് ലാമൻസ് ടീമിലേക്ക് എത്തുന്നത്. ആ സമയം എമിലിയാനോ മാർട്ടിനസിനെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളതിനുള്ള ഉത്തരം
എമിലിയാനോ മാർട്ടീനസിന്റെ വേജസ് കാരണമാണ്. വേജസും ഉണ്ട്, പിന്നെ ഒരു 40 മില്യന്റെ ട്രാൻസ്ഫർ ഫീയും ആസ്റ്റൺ വില്ല ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത്രയും വലിയൊരു എമൗണ്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തില്ല. അങ്ങനെയാണ് സെനി ലാമൻസ് ടീമിലേക്ക് എത്തുന്നത്. അങ്ങനെ സീസണിന്റെ ആദ്യത്തെ 6 ഗെയിംസിൽ ഭയങ്കരമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വല കാത്തത്. ആ 6 ഗെയിംസിൽ 11 ഗോളുകൾ വഴങ്ങി ഒരു ക്ലീൻ ഷീറ്റും നേടിയിട്ടില്ല. ആദ്യത്തെ ഭയങ്കരന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹി ലുക്ക് നെർവസ് ഓൾ ദ ടൈം. ഇപ്പൊ ഒരു കോർണർ കിട്ടിയാലോ അല്ലെങ്കിൽ നമ്മുടെ പെനൽറ്റി ബോക്സിന്റെ ഒക്കെ പുറത്ത് ഒരു സെറ്റ് പീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരുമാതിരി പേടിച്ച് നിൽക്കുന്ന ഒരു രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ പല സാഹചര്യങ്ങളിലും ഈ ഒരു പേടിയുടെ അല്ലെങ്കിൽ നെർവസ്നെസിന്റെ പുറത്ത് പലപ്പോഴും മിസ് ടൈമിംഗ് ചെയ്യാറുണ്ട്. 4 ഒക്ടോബർ 2025 സണ്ടർലാൻഡിനെതിരായിട്ടാണ് സെനി ലാമൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഡെബ്യൂ മത്സരം കളിക്കുന്നത്. ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുക മാത്രമല്ല, ഈ സീസണിലെ ആദ്യത്തെ ക്ലീൻ ഷീറ്റ് കൂടെ നേടുന്നത് ആ മത്സരത്തിൽ തന്നെയാണ്. അവിടെ നിന്ന് തുടങ്ങി ഇന്നേ വരയ്ക്ക് പ്രീമിയർ ലീഗിൽ ലാമൻസ് ഏകദേശം 20 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഈ 20 മത്സരങ്ങളിൽ 26 ഗോൾസ് വഴങ്ങി 4 ക്ലീൻ ഷീറ്റും നേടി. ഈ 20 ഗെയിമിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും 2 തോൽവികൾ മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഏറ്റവും ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു ജോലിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ വില കാക്കുക എന്ന്. 20 കളികളിൽ 2 കളി മാത്രം തോൽക്കുക, പിന്നെ 18 കളികളിൽ വിജയവും സമനിലയായിട്ട് മുമ്പോട്ട് പോവുക. അപ്പം ഇങ്ങനെ ഒരു സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ചൊരു ഇൻഎക്സ്പീരിയൻസ്ഡ് ഗോൾ കീപ്പർ നേടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ട്രൂലി ഇംപ്രസീവ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് തന്നെയാണിത്. ഈ സണ്ടർലാൻഡുമായിട്ടുള്ള ഗെയിമിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗെയിമിന്റെ ഇടയ്ക്ക് ഒരു ഹൈ ബോൾ വരുന്നു. നല്ല ഹൈയിൽ നമ്മുടെ പെനൽറ്റി ബോക്സിന്റെ അകത്ത് വരുവാണ്. അപ്പം കാണികളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് സംഭവിക്കുക. ആ സമയത്ത് ലെമൻസിന്റെ ഒരു ഹൈ ജമ്പ് ഉണ്ട്, ഒരു ലീപ്പ് തന്നെ നടത്തി ചാടി ബോൾ കളക്ട് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ എത്തി അത് പിടിച്ചടക്കി വന്നിട്ട് നിൽക്കുന്ന സമയത്ത് ആ ഫാൻസ് കൊടുത്തിട്ടുള്ള ഒരു കയ്യടിയുണ്ട്. അത് നിർത്താതെ കുറച്ച് നേരം ആ കയ്യടി ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ നമ്മൾ പഴയ ഗോൾ കീപ്പറിന് അങ്ങനത്തെ ഒരു ഹൈ ബോൾ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് കാണികൾ കാത്തിരുന്നു. പുതിയൊരു ഗോൾ കീപ്പർ വന്നിട്ട് ചാടി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ കാമായിട്ട് ചാടി ബോൾ ക്യാച്ച് ചെയ്ത് അത് പിടിച്ച് നിൽക്കുന്ന സമയത്ത് കാണികൾക്ക് വന്നിട്ടുള്ളൊരു ഒരു ഫീലിംഗ് ഉണ്ട്. അത് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ് എല്ലാ മാന്യു ഫാനും. കാരണം ഈ ഒരു ഗോൾ കീപ്പർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഹൈ ബോൾ ക്ലെയിം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്ലെയിം ചെയ്ത് വന്ന് നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു ഇനിഷ്യൽ ഒരു സ്പാർക്ക് കിട്ടി. ഓക്കെ, ഈ ഗോൾ കീപ്പർ അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ബോക്സ് കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഉള്ളൊരു ഗോൾ കീപ്പർ ആകും എന്ന് നമ്മൾ തോന്നി. അത് തന്നെയാണ് സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ടേക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ ആ ഡിഫെൻസീവ് ബോക്സ് അതിൻ്റെ അകത്ത് വരുന്ന ഹൈ ബോൾസ് എല്ലാം തുടരെ വരുന്ന ഹൈ ബോൾസ് എല്ലാം പ്രോപ്പറായിട്ട് ചാടി ക്യാച്ച് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. സോ നമ്മുടെ ഗോൾ കീപ്പറിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന്റെ വിശ്വാസം ഏറ്റവും എളുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും നേരത്തെ തന്നെ നേടാനായിട്ട് സെനി ലാമൻസിന് സാധിച്ചു. കഴിഞ്ഞ 2 സീസണിലൊക്കെ ഏകദേശം എല്ലാ മാച്ചുകളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആന്ദ്രേ ഒനാനയുടെ മിസ്റ്റേക്സ്, ആന്ദ്രേ ഒനാന കാഴ്ചവെച്ചിട്ടുള്ള ബ്ലണ്ടേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും ചർച്ചയിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു സീസണിൽ ഇതുവരെയുള്ള ഗെയിംസിൻ്റെ അകത്ത് ലാമൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു മിസ്റ്റേക്കിനെ കുറിച്ചുള്ള ഒരു ചർച്ചയില്ല, ഒരു ബ്ലണ്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയില്ല, മിസ്റ്റേക്ക് ലീഡിങ് ടു ഗോൾസിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയും സംഭവിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ ഒരു ഗോൾ കീപ്പറിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം സ്ഥിരം ചർച്ചകളിൽ നിന്നിരുന്ന ഒരു ടോപ്പിക്കിനെ നോ ചർച്ച അറ്റ് ഓൾ എന്നുള്ള ഒരു ലെവലിൽ എത്തിക്കാനായിട്ട് സെനി ലാമൻസിന് സാധിച്ചു. ഇന്ന് ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ട് ചർച്ചയെ വരുന്നില്ല, അങ്ങനെ ഡിസ്കഷനിൽ പോലും വരാതിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് ആ ഒരു സംഭവം തന്നെ പോയി എന്ന് വേണം പറയാനായിട്ട്. അല്ലാതെന്ന് പറഞ്ഞാൽ മൈൻഡിന്റെ ബാക്കിൽ ഒരു ടെൻഷൻ എപ്പോഴും കിടന്നുണ്ടാവും. കാരണം ഈ ബോളുമായിട്ട് എതിർ ടീമായിട്ട് ഗോൾ പോസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട്, എന്താകും എന്നുള്ള ടെൻഷനുണ്ട്. ഇപ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് ഫാൻസിനില്ല. അതിൻ്റെ കാട്ടി കൂടുതലും നമ്മുടെ ഡിഫെൻസീവ് ലൈൻ ഫ്രണ്ടിൽ നിൽക്കുന്ന ഡിഫൻഡേഴ്സിനാണെങ്കിൽ പോലും ഈ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. മുമ്പെന്ന് പറഞ്ഞാൽ ഈ ബാക്കിലൊരു ഗോൾ കീപ്പർ ഇങ്ങനത്തെ ഒരു ഷേക്കി ഗോൾ കീപ്പർ നിൽക്കുമ്പോൾ ആ ഒരു കളിയുടെ ഇത് ഡിഫൻഡേഴ്സിനും അത് കിട്ടും. അവരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു ടെൻഷനോട് കൂടിയാണ് ഡിഫൻഡേഴ്സ് കളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ ഒരു സാഹചര്യം മാറി.
ഡിഫൻഡേഴ്സും വളരെയധികം കാമായിട്ട് കളിക്കാൻ തുടങ്ങി, അവരും കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കാൻ തുടങ്ങി. കാരണം ബാക്കിൽ നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ കീപ്പർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ. ഈ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ കളികളിലും കണ്ടത്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ആർസണലായിട്ടുള്ള ഗെയിമിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ സുബിമെൻഡിയുടെ ഒരു ക്ലോസ് റേഞ്ച് ഹെഡർ വളരെയധികം ഈസി ആയിട്ട് തട്ടി അകറ്റി. പിന്നെ അവർ കോർണേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഗോൾ ബോക്സ് ആ പോസ്റ്റിന് മുമ്പിലുള്ള സ്പേസ് മൊത്തം അവർ കവർ ചെയ്ത് ഗോൾ കീപ്പറിന് നിൽക്കാൻ പോലും പറ്റാത്തൊരു ലെവലിലേക്കാണ് അവർ ആ ഒരു കോർണർ കൊണ്ടുവന്നത്. അപ്പം ആ ഒരു സമയത്താണെങ്കിലും എത്രയധികം ബോളുകളാണ് സെനി ലാമൻസ് തട്ടി അകറ്റിയതും ക്ലെയിം ചെയ്തതും ഒക്കെ. പിന്നെ അത്രയും ഇതിൻ്റെ അകത്താണ് ആ ഒരു ഗോള് വരുന്നത്. അതിപ്പം ലാമൻസിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം അങ്ങനത്തെ രീതിയിലുള്ള പുഷും പുള്ളും ഉന്തും തള്ളും ഒക്കെ തന്നെയായിരുന്നു ആ ഒരു ഇതിനകത്ത് നടന്നത്. അപ്പോൾ അവിടെ നിന്ന് വീണ് കിട്ടിയ ഒരു ബോളിലാണ് ആ ഒരു ഗോള് അടിക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഒരു മിസ്റ്റേക്ക് എന്നുള്ള ലെവലിലേക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അത്രയും കോർണേഴ്സ് എല്ലാം സേവ് ചെയ്തും ക്ലെയിം ചെയ്തും ഒക്കെയാണ് ലാമൻസ് ആ ഒരു കളിയെ കൊണ്ടുപോയത്. അപ്പോൾ അതോടുകൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് മനസ്സിലായി, ഓക്കെ ഫൈൻ, ദർ ഇസ് എ ഗോൾ കീപ്പർ ഹൂ വി ക്യാൻ ട്രസ്റ്റ്. ഒരു പുതിയൊരു ഗോൾ കീപ്പർ ഒരു ടീമിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്തായാലും ആ ഒരു ഇനിഷ്യൽ ഗെയിംസിലൊക്കെ ഒരു പതർച്ചയോ അല്ലെങ്കിൽ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും. ചില മിസ്റ്റേക്സും ആ ഒരു ഗെയിംസിലൊക്കെ വരുത്താനും സാധ്യതയുണ്ട്. പക്ഷേ ലാമൻസിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഗെയിം മുതലേ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു രീതിയിലുള്ള ടെൻഷൻ മുഖത്തില്ല, വളരെയധികം സ്മൈലിംഗ് ആയിട്ടുള്ളൊരു ഫേസ് ആണ്. സോ അങ്ങനത്തെ ഉള്ളൊരു സ്മൈലിംഗ് ഫേസോട് കൂടി വന്ന് വളരെ കാമായിട്ട് ഗോൾ കീപ്പിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി. ഈവൻ ടോപ്പ് ഗോൾ കീപ്പേഴ്സ് ആലിസൺ ആയാലും എഡിസൺ ആയാലും എമിലിയാനോ മാർട്ടിനസ് ആയാലും ഇതേപോലത്തെ ടോപ്പ് ഗോൾ കീപ്പേഴ്സ് എല്ലാം ഒരു സീസണിൽ ഒരു 2-3 മിസ്റ്റേക്സ് ലീഡിങ് ടു ഗോൾസ് ഒക്കെ വരുത്താറുണ്ട്. ദാറ്റ് ഇസ് വെരി കോമൺ. അത് എന്താ പറയുക, അതിപ്പോൾ ആരായാലും വരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത്രയും ഗെയിംസ് കളിച്ചിട്ട് ഒരേ ഒരു മിസ്റ്റേക്ക് പോലും എടുത്ത് പറയാനില്ല എന്ന് പറയുമ്പോൾ ആ ഗോൾ കീപ്പറിൻ്റെ ക്രെഡിബിലിറ്റി ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നു വേണം തന്നെ പറയാനായിട്ട്. അല്ലാതെ എന്താ പറയുക, വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. സെനി ലാമൻസ് ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. നമ്മുടെ കാണികളിലും പ്ലെയേഴ്സിലും എല്ലാവർക്കും ഒരു സുരക്ഷിതത്വം, സേഫ്റ്റി, ഒരു അങ്ങനത്തെ ഉള്ളൊരു ഒരു ഇതാണ് നമ്മൾ സെനി ലാമൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇംപ്രസീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലിങ് പ്രഷർ വിത്ത് ഈസ്. ഞാൻ പറഞ്ഞതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വല കാക്കുന്നതാണ് വേൾഡിലെ ഏറ്റവും ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ പ്ലേയിങ് ഫുട്ബോളിലെ തന്നെ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പർ ആവുക എന്നുള്ളത്. അപ്പം ആ ഒരു ടെൻഷൻ, ആ ഒരു പ്രഷർ എല്ലാം വളരെ കാമായിട്ടും വളരെ ഈസി ആയിട്ടും തന്നെ ലാമൻസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ കളി കാണുമ്പോൾ BP ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പല സാഹചര്യങ്ങളിൽ BP ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അതില്ല. ഇപ്പം കഴിഞ്ഞ ഗെയിമിലൊക്കെ ആണെങ്കിലും അതായത് വെസ്റ്റ് ഹാമിൻ്റെ ബോൾ അവർ ഒരു ഫോർവേഡ് അടിച്ചു കൊടുത്ത് നമ്മൾ ഹൈലൈൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ബോൾ വരുമ്പോൾ സ്വീപ്പർ കീപ്പറായിട്ടുള്ള രീതിയിൽ ഇറങ്ങി വന്ന് ബോൾ ക്ലിയർ ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ പല സാഹചര്യങ്ങളിലും 1-on-1 എതിർ ടീം വരുന്ന സമയത്താണെങ്കിലും ഗോൾ സേവ് ചെയ്യുന്നു. കഴിഞ്ഞ ഗെയിമിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ കാലം വിൽസന്റെ ഒക്കെ 1-on-1 ഇത് സേവ് ചെയ്യുന്നു. അപ്പം അങ്ങനെ കുറേ ബെറ്റർ ആയിട്ടുള്ള ഗോൾ കീപ്പിംഗ് പെർഫോമൻസോട് കൂടിയാണ് സെനി ലാമൻസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു മാനേജ്മെന്റ്. അവർ ആ ഒരു ഡിസിഷൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ക്രിസ്റ്റഫർ വിവലിൻ്റെ ഒക്കെ തീരുമാനം, അവർ ഭയങ്കര രീതിയിൽ എടുത്ത് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. വിവൽ ഷാർട്ടിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഒരു ഗോൾ കീപ്പർ മതി, നമുക്ക് ഒരു ഫ്യൂച്ചറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്താണ് മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്തത് ഈ ഒരു ഗോൾ കീപ്പർ മതി. സോ കൺഗ്രാറ്റുലേഷൻസ് ടു മാനേജ്മെന്റ് ഫോർ ഗോയിങ് ahead with സെനി ലാമൻസ് rather than എമി മാർട്ടിനസ്. കാരണം എമി മാർട്ടിനസ് കഴിഞ്ഞൊരു 2-3 കളികളുടെ മുമ്പാണെങ്കിൽ പോലും ഇതാണ് മിസ്റ്റേക്ക് വരുത്തി ഗോൾ വഴങ്ങുന്ന ഇത് കണ്ടിട്ടുണ്ട്. അപ്പം മാർട്ടിനസ് വരുമ്പോൾ ഒത്തിരിയധികം പൈസയാണ് നമുക്ക് അവിടെ ചിലവാകുന്നത്. ട്രാൻസ്ഫർ ഫീസും പിന്നെ വേജസും എല്ലാം കൂടെ കൂട്ടിയൊരു ഒരു വലിയൊരു എമൗണ്ട്. അപ്പം അതെല്ലാം കുറഞ്ഞു കിട്ടി. ചെറിയ ട്രാൻസ്ഫർ ഫീസും ചെറിയ വേജസും കൊണ്ട് നമുക്കൊരു ബെറ്റർ ഗോൾ കീപ്പറിനെ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ താങ്ക് യു മാനേജ്മെന്റ് ഫോർ ദാറ്റ്. ആൻഡ് ഓൾസോ താങ്ക് യു സെനി ലാമൻസ്. ആ ഒരു സുരക്ഷിതത്വം നമുക്ക് നൽകിയതിന്, വളരെയധികം ശാന്തിയോടും സമാധാനത്തോടും നമുക്ക് ഗെയിം കാണാനായിട്ട് സാധിക്കുന്നതിൽ ഏറ്റവും മെയിൻ വ്യക്തി എന്ന് പറഞ്ഞാൽ സെനി ലാമൻസ് ആണ്. സോ താങ്ക് യു സോ മച്ച് സെനി ലാമൻസ് ഫോർ ദാറ്റ്. അപ്പം ഇനിയും നമ്മുടെ ഈ ഒരു സീസൺ ബാക്കിയുണ്ട്. വി നീഡ് ടു ഗെറ്റ് ദാറ്റ് ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട്, അല്ലേ? അപ്പോൾ ആ ഒരു സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് ഇനി അങ്ങോട്ടേക്കുള്ള ഗെയിംസ് മുഴുവനും. സോ വി നീഡ് ലാമൻസ് അറ്റ് ഹിസ് അബ്സല്യൂട്ട് ബെസ്റ്റ്. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ
ഗെയിം കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെ സുരക്ഷിതമായിട്ട് ഇനി അങ്ങോട്ടേക്കുള്ളൊരു 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ ഗോൾ വല കാക്കാൻ വേണ്ടിയിട്ട് സെനൽ ലാമൻസിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സോ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്നിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് ഗിവ് എ ലൈക്ക്. പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.